ഹലോ, പാലക്കാട് ഗുണ കേവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഭയങ്കര തിരക്കായിരുന്നു. പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഹസ്ബൻഡ് സ്ഥലത്തുണ്ടാവില്ല, വർക്കിന് പോകും. പിന്നെ അനിയത്തി വന്നിട്ടുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്, ചേച്ചീൻ്റെ മോള് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ പൂട്ടിയ സമയമാണ്. അപ്പോൾ എന്തായാലും ഗുണ കേവ് കാണിച്ചു കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് പോയപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു എൻട്രൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ പൊന്നും സുഹൃത്തുക്കളെ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും അട്രാക്റ്റീവാണ്. കാരണം ആ സെറ്റ് ഇട്ടിരിക്കുന്ന ഗുണ കേവ്, ഒറിജിനൽ ഗുണ കേവിനെ വെല്ലുന്ന അത്രയും സൂപ്പർ സെറ്റാണ് അവിടെ ഉള്ളത്. പിന്നെ കുട്ടികൾ കൂടെയുണ്ട്, എൻ്റെ മകനും അനിയത്തിൻ്റെ മോനൊക്കെ കൂടെയുണ്ട്. അവർക്കൊക്കെ കണ്ടാൽ പേടിയാണ്. കാരണം അകത്ത് കയറുമ്പോൾ തന്നെ അവർ പേടിച്ചിട്ട് നമ്മുടെ കൈ തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു. അത്രയും നമ്മൾക്ക് ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ സെറ്റ് ഇട്ടിരിക്കുന്നതും സൂപ്പറായിട്ടുണ്ട്. നമ്മൾ 120 രൂപ ഒരാൾക്കാണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ഈ ഗുണ കേവിൻ്റെ സെറ്റ് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അത്രയും സൂപ്പറായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അവിടുത്തെ മരങ്ങളും, പിന്നെ ഫോട്ടോ എടുക്കാൻ കുറേ സ്പോട്ടുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ സ്ഥലങ്ങൾ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും. ഈ മരങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒറിജിനലാണെന്ന് തോന്നും, അത്രയും സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ഉള്ളത് ഫ്ലവേഴ്സിൻ്റെ സെറ്റാണ്. ഫ്ലവർ ഷോ പോലെ അങ്ങനെ സംഭവമുണ്ട്. അത് ഭയങ്കര അട്രാക്ഷനായിരുന്നു. അവിടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ മെയിനായിട്ടുള്ളത് നമ്മളുടെ പർച്ചേസും കാര്യങ്ങളും, കുറേ സംഭവങ്ങളും സ്നാക്സും കാര്യങ്ങളും വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തതിന് ഒരു നഷ്ടവുമില്ല. പിന്നെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കുട്ടികളൊക്കെ കുറച്ച് കളിപ്പിച്ചു. പിന്നെ ഹസ്ബൻഡ് കുറച്ച് ഇങ്ങനെ ഈ ബോൾ പോലൊരു സംഭവം ഇട്ട് അതും കുറച്ച് കളിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. അത്രയേ ഉള്ളൂ. താങ്ക് യു.